ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അതിർത്തികളിലൂടെ പണവും മദ്യവും ഒക്കെ കടത്തുന്നത് തടയാനായി ആരംഭിച്ച ബോർഡർ സീലിംഗ് ഡ്യൂട്ടി പാലക്കാട് വാളയാറിൽ പോലീസിന് ഇപ്പോൾ ദുരിതമാവുകയാണ്. 42 ഡിഗ്രി ചൂടാണ് അവിടെ. ചുട്ടുപൊള്ളിയാണ് ഉദ്യോഗസ്ഥർ 12 മണിക്കൂർ ജോലി ചെയ്യുന്നത്. തണൽ തേടി മരങ്ങളുടെയോ കടകളുടെയോ ഭാഗത്തേക്ക് മാറിയാൽ വകുപ്പുതല നടപടി കിട്ടുമെന്ന ഭീഷണിയും ഉദ്യോഗസ്ഥർ നേരിടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബോർഡർ സീലിംഗ് എന്ന പേരിൽ സംസ്ഥാന അതിർത്തികളിൽ നടക്കുന്ന സുരക്ഷാ പരിശോധനയിൽ ഏർപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് എനിക്ക് പുറകിൽ കാണുന്നത്. പാലക്കാട്ടെ ചുട്ടുപൊള്ളുന്ന 42 ഡിഗ്രി ചൂടിലും ഒരു തണല് പോലും ഇല്ലാത്ത പ്രദേശത്താണ് ഇവർ ജോലി ചെയ്യുന്നത്. വേനൽ ചൂട് ശക്തമായ പാലക്കാട് ജില്ലയിൽ ഉച്ച സമയങ്ങളിൽ നേരിട്ട് വെയിൽ കൊള്ളരുതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൂട് 42 ഡിഗ്രി പിന്നിട്ടതോടെ നിയന്ത്രണങ്ങൾ ശക്തമാണ്. സൂര്യാഘാതത്തിന് സാധ്യതയുള്ളതിനാൽ തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലീസുകാർക്ക് മാത്രം ഇതൊന്നും ബാധകമാകുന്നില്ല. വാളയാറിൽ ഒരു വെയിലിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പോലീസിന്റെ ബോർഡർ സീലിംഗ് എന്ന വാഹന പരിശോധന. അതിർത്തി വഴി പണം, മദ്യം തുടങ്ങിയവ കടത്തുന്നത് തടയാനായി ആരംഭിച്ച ബോർഡർ സീലിംഗിന്റെ ഭാഗമായി സംസ്ഥാനത്തെ അതിർത്തികളിലെല്ലാം പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു ഓഫീസറും പോലീസുകാരനും ഡ്രൈവറും അടങ്ങുന്നതാണ് പരിശോധനാ സ്ക്വാഡ്. കൂട്ടിന് CRPF ഉദ്യോഗസ്ഥരുമുണ്ട്. ഡ്യൂട്ടി സമയമായ 12 മണിക്കൂറും വാളയാറിലെ ഈ മുഴുവൻ ഉദ്യോഗസ്ഥരും വെയിലത്ത് നിന്നതിന് വേണം വാഹനങ്ങൾ പരിശോധിക്കാൻ. കനത്ത ചൂടിൽ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി എടുക്കുന്നത് കാണുമ്പോൾ ഉള്ളു പൊള്ളിപ്പോകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. 11 മണിക്ക് തുടങ്ങിയ വൈകുന്നേരം 5 മണി വരയ്ക്കും ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ചൂട് ആ ചൂട്ടിലാണ് ഈ പോലീസുകാർ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഭക്ഷണം കൂടി കഴിക്കാതെ വെള്ളം കൂടി ഇല്ലാതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സമ്മതിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. ആ പോലീസുകാർ പാവം വെള്ളവും കൂടി തിളയ്ക്കുന്നുണ്ട്. അവരുടെ ജീവിതമേ കഷ്ടത്തിലാണ്. അത്ര റോഡ് സൈഡ് നിൽക്കുന്നുണ്ട് പാവം. നട്ടുച്ചയ്ക്ക് സമീപത്തെ തണലിലേക്ക് കുറച്ചു സമയം മാറി നിന്നാൽ വകുപ്പുതല നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയും ഉദ്യോഗസ്ഥർ നേരിടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ വാഹന പരിശോധന തുടരേണ്ട സാഹചര്യത്തിൽ പരിശോധന കേന്ദ്രങ്ങളിൽ താത്കാലിക ടെന്റോ മറ്റ് സൗകര്യമോ ഏർപ്പെടുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.